മനുഷ്യരാശിയുടെ കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. നേരത്തെ അജയൻ സാറ് പറഞ്ഞ പോലെ യുദ്ധവിരാമമുണ്ടി കിടന്നുറങ്ങി. പക്ഷെ നാളെ ചെന്നാൽ നമ്മുടെ വീട്ടുപടിയിലായിരിക്കും വരുന്നത്. മതവെറി, മതരാഷ്ട്രവാദം തുടങ്ങിയ മനുഷ്യരാശിയുടെ ശത്രുതാപരമായ ആശയങ്ങളെ ആണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാലക്കാടുള്ള പ്രിയ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരും പലസ്തീനിൽ ജീവൻ നഷ്ടപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ പേരുകളാണ് വായിക്കുന്നത്. ആ പേരുകൾ വായിച്ചുകൊണ്ട് ഇതൊരു ചെറിയ ഭൂഗോളമാണ്, പലസ്തീൻ അത്ര ദൂരമൊന്നുമല്ല, എപ്പോഴും ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ ആ പേരുകൾ വായിച്ചുകൊണ്ട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. യുദ്ധം ഒന്നിനും ഒരു കാലത്തും പരിഹാരമല്ല എന്ന് നമ്മുടെ ഇന്ത്യയിലെ മഹാഭാരതം എന്ന മഹാകാവ്യം തന്നെ തെളിവ് തരുന്നുണ്ട്. യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. യുദ്ധം വേണ്ട. നേരത്തെ കുട്ടികൾ പാടുപോലും സ്നേഹം കൊണ്ട് നിറയ്ക്കുക മനസ്സിനെ. അതിൻ്റെ പ്രാരംഭം കൂടിയാണ് പാലക്കാട് സുഹൃത്തുക്കൾ ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ ഈ ശ്വാസം ഇല്ലാതെ പോയ കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ചുകൊണ്ട്, ഇത് അത്യപൂർവമായ ഒരു സങ്കട നിമിഷവുമാണ്. കാരണം നമ്മൾ വായിക്കുന്ന പേരുകൾ നമുക്ക് പരിചിതങ്ങളല്ല. ആ പേരുകൾ കാരണം അവിടുത്തെ വാക്കുകളാണത്. പക്ഷേ അവരെല്ലാം കുഞ്ഞുങ്ങളാണ്. അമ്മയുടെ പാല് കുടിച്ച് വളർന്നവർ, അമ്മയുടെ മടിയിലിരുന്ന് കളിച്ചവർ, അച്ഛൻ്റെ തോളിൽ കയറി നടന്നവർ, ആന കളിച്ചവരാണ് കുഞ്ഞുങ്ങൾ. ലോകത്ത് എവിടെയും മനുഷ്യരാശി ഒരുപോലെയാണ്. ആ മനുഷ്യരാശിക്ക് വേണ്ടിയാണ് നമ്മുടെ മനസ്സുകൾ ലോകത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ലോകത്ത് നിരവധി രാഷ്ട്രങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് കഴിഞ്ഞു. ഈ യുദ്ധം തുടർന്നു പോയാൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആധുനിക ഹിറ്റ്ലറായ നെതന്യാഹു ഇപ്പോൾ ഈ ട്രംപ് എന്ന് പറയുന്ന സോക്കോൾഡ് സമാധാന ദൂതൻ പറഞ്ഞ ഈ വ്യവസ്ഥകൾക്ക് സമ്മതിച്ചിരിക്കുന്നത്. കാരണം ഇതിന് അവസാനമില്ല. ഹമാസിനെ ഇല്ലാതെയാക്കിയിട്ട് ഞങ്ങൾ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. മിനിഞ്ഞാന്ന് പോലും പറഞ്ഞതാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല. കാരണം അവർ സഖികെട്ട് വഴിയില്ലാതെയാണ് അവർ ആ ഒക്ടോബർ 7 ആക്രമിച്ചത്. അതെല്ലാം ലോകത്തിനറിയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ പത്രത്തിൽ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണെങ്കിലും പാലക്കാടിൻ്റെ ഈ പലസ്തീൻ ഐക്യദാർഢ്യം, അതിന് വന്നു ചേർന്ന വലിയ ജനസഞ്ചയം ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സംഘടനകളുടെ ഭാരവാഹികളിലൂടെ വന്നിരിക്കുന്നത്. ലോകത്ത് ഒരുമിച്ച് ചേരും നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് കൂടെയാണ് ഇത്. ഞാൻ ഈ പേരുകൾ വായിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഒന്നാമത്തെ പേര് വായിക്കുന്നു നദീനെ മുഹമ്മദ് അമീർ ടമർ, ബര മുഹമ്മദ് ഹുസൈൻ അരോവുക്, മുഹമ്മദ് അഹമ്മദ് എസ്മ അബു സൈഫ്, മുഹമ്മദ് ഡി നിദാൽ, ദനി എൽ അബു ഖമർ, ലിൻ റായീദ് ഷരീഫ് മു അമർ, ലിൻ അഹമ്മദ് ഹമു ഉദ അബു ടഹ, അനസ് അലി റസ്മി ഹമ്മദ്, കെൻ തമർ ഖലീൽ ഖരീസ്, സില മഹമ്മൂദ് ഹസസ് അൽ കവാജ, ലോ ഉ ഐ ഇബ്രാഹിം ഖദർ, റഷദ് യോ ഉസൈബ് റഷദ് അബു ജസർ. ഇത്രയും പേരുകൾ വായിച്ചുകൊണ്ട് നമ്മുടെ ഈ പലസ്തീൻ ഐക്യദാർഢ്യം നമ്മൾ തുടങ്ങി വയ്ക്കുന്നു എന്നറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.